സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ഞാൻ മധുസൂദന വാര്യർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം, ഭഗവാൻ ആകുന്ന പാരിജാത വൃക്ഷവും ഇന്ദ്രൻ്റെ തോട്ടത്തിലത്തെ സാധാരണ പാരിജാത വൃക്ഷവും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസമാണ്, ഒരു കമ്പാരിസൺ. ഭഗവാനാകുന്ന പാരിജാത വൃക്ഷം സേവിക്കുന്നവരുടെയും ഭക്തന്മാരുടെയും അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നു. ദേവേന്ദ്രൻ്റെ തോട്ടത്തിലത്തെ വൃക്ഷം നടന്നു വരാറില്ല. ചോദിച്ചത് മാത്രം പാരിജാത വൃക്ഷം കൊടുക്കുമ്പോൾ ഭഗവാൻ ചോദിക്കാത്തതും കൊടുക്കുന്നു. സ്വർഗീയന്മാർക്ക് മാത്രം റിസർവ്ഡ് ആയിട്ടുള്ള ആണ് പാരിജാത വൃക്ഷം. എങ്കിൽ ഭഗവാൻ എല്ലാവർക്കും ലഭ്യമാണ്. നാലാമതായി, മോക്ഷം നൽകാൻ ഒരിക്കലും പാരിജാത വൃക്ഷത്തിന് കഴിവില്ല, ഒരിക്കലും കഴിവില്ല. അതിനുള്ളതിന് അത്ര തന്നെ പറ്റൂ. എന്നാൽ ശാശ്വതമായി സംസാരത്തിന് രക്ഷിക്കാൻ കഴിവുള്ള പാരിജാത വൃക്ഷമാണ് ഭഗവാൻ. പിന്നെ എന്തിനെ ഇതൊക്കെ തരാൻ കഴിവുള്ള പാരിജാത വൃക്ഷമായ ഭഗവാൻ ഉള്ളപ്പോൾ എത്രയോ സൽക്കർമ്മങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടി യാഗം നടത്തി അങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞിട്ട് വേണം സ്വർഗത്തിലെത്താൻ. എന്നിട്ടോ അത് കഴിഞ്ഞാൽ വീണ്ടും ഇടന്നെ വന്ന് ഈ ക്ലേശങ്ങളൊക്കെ ആവർത്തിച്ച് അനുഭവിക്കും വേണം. അപ്പം അതിലും നല്ലത് എല്ലാറ്റിൽ നിന്നും മുക്തി കിട്ടുന്ന, മുക്തി പോലും തരുന്ന പാരിജാത വൃക്ഷത്തിനെ ആശ്രയിക്കില്ലേ എന്നാണ് ചോദിച്ചത്. അടുത്ത ശ്ലോകം 9. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ താത്മദത്വം വിശേഷാത് ഐശ്വര്യാദീശതന്യേ ജഗതി പരജനത്താത്മനോപീശ്വരത്വം ത്വയുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാസ്ത്വം ച ആത്മാരാമയേവേതി അതുലഗുണഗണാധാരശൗരേ നമസ്തേ. ഏവേതി പ്ലസ് അതുല ഗുണഗണ ആണ്. ഏവേത്തി അതുല ഗുണഗണ, ഏവേദി അതുല ഗുണഗണ, ഏവേത്യതുല ഗുണഗണ. പിരിക്കുകയാണെങ്കിൽ അതുല ഗുണഗണ എന്ന് തന്നെ വായിക്കണം, തുല ഗുണഗണ എന്ന് വായിക്കരുത്. തുലയില്ല, അവിടെ അതുലയാണ്. ഏവേതി നാക്കും വേണം ഈ കഷ്ണം. ഈ കഷ്ണത്തിൽ ഏവേദി, ആ കഷ്ണത്തിന് തുടക്കം അതുല. അപ്പോൾ ഏവേത്യതുല ഒന്നിച്ചാണെങ്കിൽ ഒന്ന് നോക്കാല്ലേ, അതേപോലെ അങ്ങോട്ട് വായിച്ചാൽ മതി. ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. എല്ലാ ഗുണങ്ങൾക്കും ആധാരമായിരിക്കുന്ന ശൗരിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. നമസ്കരിച്ചിരിക്കുകയാണ്, നമസ്കാരം. എന്താണ് അതില ഗുണഗണാധാരം എന്ന് പറഞ്ഞത്? അത് ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഭഗവാനും മറ്റ് ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കമ്പാരിസൺ. നേരത്തെ ഭക്തി ദേവന്മാർ തമ്മിൽ പറഞ്ഞു, പാരിജാത വൃക്ഷമാണ് പറഞ്ഞത്. പാരിജാത വൃക്ഷമായിട്ടുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. എന്താണ് പാരിജാത വൃക്ഷവും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറഞ്ഞത്. ഇവിടെ മറ്റ് ദേവന്മാരുമായിട്ടൊന്ന് കമ്പയർ ചെയ്താലോ ഒന്ന് നോക്കുക എന്ന് തോന്നി കവിക്ക്. അപ്പോഴും ഭഗവാൻ തന്നെയാണ് മേലെ നിൽക്കുക. മറ്റ് ദേവന്മാർ, പാരിജാത വൃക്ഷമല്ല, മറ്റ് ദേവന്മാർ. എന്താ മറ്റ് ദേവന്മാരുടെ പ്രത്യേകത? കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ. പരേ എന്ന് പറഞ്ഞാൽ അന്യദേവന്മാർ, ഭഗവാൻ അല്ലാത്തതായിട്ടുള്ള ദേവന്മാർ. അത് ശിവനോ ദേവിയോ ഒക്കെയാണ് ഇവിടെ അങ്ങനെ വരിക. അങ്ങനെ പറയാൻ പാടുമോ എന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ കേട്ടോ. ശരിക്കും എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ലല്ലോ. എല്ലാ കാര്യവും അറിയുന്ന വിചാരിക്കുന്നത് വിഡ്ഢിത്തരാണ്. മറ്റ് ദേവന്മാരെന്ന് പറയുമ്പോൾ
ദേവിയാണോ ശിവനാണോ സുബ്രഹ്മണ്യനാണോ അയ്യപ്പനാണോ? അപ്പോൾ അവരെ അങ്ങനെ കമ്പയർ ചെയ്ത് പറയാൻ പാടുമോ? എനിക്കറിയില്ല. ഇപ്പോൾ കാര്യമാണ് പറയാലോ. ഇവിടെ കവി പറഞ്ഞതാണ് നമ്മൾ പറയണത്. അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. ഞാനങ്ങനെ പറയാറില്ല. നമുക്കങ്ങനെ പറയാനുള്ള അധികാരമോ അറിവോ ഇല്ലല്ലോ. മറ്റ് ദേവന്മാരെയൊന്നും ഭരിക്കേണ്ട കേട്ടോ, അത് മോശമാണ്. അത് നമ്മൾ പറയരുത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പരേ, മറ്റ് ദേവന്മാർ, കാരുണ്യാത് കാമമന്യൻ ദദതി, ചോദിച്ചത് കൊടുക്കണം. പാരിജാതത്തിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ ദേവന്മാരാണ് കൊടുക്കുന്നത്, പഴയ ശ്ലോകത്തിൽ പാരിജാതമാണ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പാരിജാതത്തിനെ പോലെയൊക്കെ തന്നെയുള്ളൂ മറ്റ് ദേവന്മാർ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിഷ്ണു ആയിട്ടുള്ള ദേവൻ ഒഴികെയുള്ള ദേവന്മാർ എന്നാണ്. അവർക്ക് എന്ത് ശക്തിയുള്ളൂ? ചോദിച്ചത് കൊടുക്കാനുള്ള ശക്തി. ഒരു പാരിജാത വൃക്ഷത്തിനെ പോലെ ദദതി ഖലു പരേ, മറ്റ് അന്യന്മാർ, കാരുണ്യാത്, കാരുണ്യം കൊണ്ട്, അന്യം കാമം ദദതി, മറ്റു വല്ല അഭീഷ്ടങ്ങളും കൊടുക്കും. ചോദിച്ച വല്ല അഭീഷ്ടങ്ങളും കൊടുക്കും. അന്യം കാമം എന്ന് പറഞ്ഞാൽ മറ്റു വല്ല അഭീഷ്ടവും എന്നർത്ഥം. മറ്റു വല്ല അഭീഷ്ടവും, ചോദിച്ചത് അഭീഷ്ടം കൊടുക്കുന്നു. അപ്പം പരേ കാരുണ്യാൻ അന്യം ദദതി ഖലു, മറ്റുള്ളവർ കാരുണ്യം കൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ ചോദിച്ചത് കൊടുക്കുന്നു. ഈ ഭഗവാനാണ് മോക്ഷം തരുന്നത്. അപ്പോൾ മോക്ഷമല്ലാത്ത കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഭഗവാനെ സംബന്ധിച്ച് കൊടുക്കുന്ന കാര്യം അല്ലാത്തത്, ഭഗവാനിൽ നിന്ന് കിട്ടുന്നത് അല്ലാത്തത്, അതാണ് അവിടെ അന്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ തരുന്ന കാര്യങ്ങൾ, കൃഷ്ണൻ വിഷ്ണു തരുന്നത് അല്ലാത്തത് കൊടുക്കും. ചോദിച്ചതല്ലാത്തതായ ചില കാര്യങ്ങൾ, ഇതിൽ നിന്ന് കിട്ടാത്ത ചില കാര്യങ്ങൾ കൊടുക്കുന്നു. അന്യം എന്നുള്ളതിന് അവിടെ അത്രയ്ക്ക് അർത്ഥമൊക്കെ തന്നെ വരുള്ളൂ. എന്തെങ്കിലുമൊക്കെ അഭീഷ്ടങ്ങൾ ഭഗവാനോ, അതാണ് അടുത്ത കഷ്ണം. സ്വാത്മതസ്ത്വം വിശേഷാത്. സ്വാത്മത, ദ എന്നുള്ള വാക്കിന് കൊടുക്കുക എന്നുള്ള അർത്ഥമുള്ളത്. പ്രദക്ഷിണം എന്നുള്ളതിലത്തെ ദ ഐശ്വര്യദായകം, ഐശ്വര്യം ലഭിക്കുന്നു. കിട്ടലും കൊടുക്കലുമാണ് ദ കാണിക്കുന്നത്. രണ്ടും ആവാം. ഇപ്പം ആത്മത എന്ന് പറഞ്ഞാലോ, ആത്മാവിനെ കൊടുക്കുക. അങ്ങനെ ഒരു സംഗതി കേട്ടിട്ടുണ്ടോ നമ്മൾ? ഇത് അങ്ങോട്ട് കേട്ടോ, എനിക്ക് എൻ്റെ ആത്മാവ് തനിക്ക് തരാം, കൊണ്ടേക്കോളൂ എന്നിട്ടൊരു പാക്കറ്റിലാക്കിയിട്ട് ആത്മാവ് അങ്ങോട്ട് കൊടുക്കുക. അത് പറ്റില്ലയാണ് നമുക്കറിയാം. കാരണം ആത്മാവിനെ സ്പർശിക്കാനോ ചിന്തിക്കാനോ ഖരരൂപമോ ദ്രവരൂപമോ ഒന്നുമല്ല. ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കാനോ നൈനം ചിന്തന്തി ചത്ര, അങ്ങനത്തെ ആത്മാവിനെ എങ്ങനെയാണ് വേറൊരാൾക്ക് കൊടുക്കുക? ആത്മതത്വം, അങ്ങ് ആത്മാവിനെ കൊടുക്കുന്ന ആളാണ്. ഇവിടെ ആത്മാവെന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നർത്ഥമല്ല, ശരിക്കും പറയുക വെച്ചാൽ തന്നെ തന്നെ എന്നർത്ഥമാണ്. സ്വയം, ഫസ്റ്റ് പേഴ്സൺ, താൻ തന്നെ തന്നെ കൊടുക്കണു. എന്നെ ഞാൻ എന്നുള്ളതാണ് ആത്മതത്വം. ഭഗവാനെ തന്നെ ഭക്തന് കൊടുക്കും. അങ്ങനെയൊന്നും ഒരു ആളും ചെയ്യാറില്ല. തന്നെ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പണ്ട് അത്രി മഹർഷി തപസ് ചെയ്തപ്പോൾ ഈ സംഗതി ഉണ്ടായി. അഹം മയാ ദത്ത, ഒരു പുത്രനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് തപസ് ചെയ്തത്. എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് പുത്രനായിട്ട് വരാം ആണ് ദത്തൻ എന്ന് പറഞ്ഞാൽ കൊടുക്കപ്പെട്ട. അഹം മയാ ദത്ത, ഞാൻ എന്നെ തന്നെ തന്നിരിക്കുന്നു. ദത്താത്രേയൻ ഉണ്ടായി എന്ന് കഥ. ഋഷഭദേവനോ അതുപോലെ തന്നെയാണ്. നാഭിരാജാവിന് ഈശ്വരന് തുല്യമായിട്ടൊരു പുത്രൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ വരാം പുത്രനായിട്ട്. അപ്പം തന്നെ തന്നെ കൊടുത്തു അവിടെയും പുത്രനായിട്ട്. ദശരഥ മഹാരാജാവിനും തന്നെ തന്നെ കൊടുത്തു. ഇങ്ങനെ തന്നെ തന്നെ ദാനം ചെയ്യുന്ന കാരുണ്യം ഈ ഗുരുവായൂരപ്പനോ കൃഷ്ണനോ വിഷ്ണുവിനോ അല്ലാതെ വേറെ ആൾക്കാണ് ഉള്ളത്. അതാണ് ആത്മതത്വം വിശേഷ. ആത്മത തന്നെ തന്നെ കൊടുക്കുന്നവൻ. ഭക്തന് തന്നെ തന്നെ സമർപ്പിച്ച് അടിയറ വയ്ക്കാൻ ഭഗവാന് ഒരു മടിയും ഇല്ല, ഒരു പിശുക്കും അതിലില്ല. ആത്മതത്വം, അങ്ങേ തന്നെ അങ്ങോട്ട് അടിമപ്പെടുത്തി കൊടുക്കുക. അംബരീഷിന് സുദർശന ചക്രത്തെ കൊടുത്തു. സുദർശനം എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാൻ തന്നെ. സുദർശന മന്ത്രത്തിൽ എന്താ പറയുന്നത്? ഭഗവാനെ സ്തുതിക്കണം, ചക്രത്തിനായിട്ട് സ്തുതിക്കണമൊന്നുമില്ല. സുദർശന മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്ണുവിനെ സ്തുതിക്കലാണ് സുദർശന മന്ത്രം, അല്ലേ? അല്ലാണ്ട് അതിൽ ചക്രത്തിനെ വല്ല സ്തുതിയുണ്ടോ? ഒന്നുമില്ല. അത് നോക്കിയൊക്കെ വിഷ്ണുവരാ സ്തുതി. അപ്പം തന്നെ കൊടുത്തു, സുദർശനത്തെ കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ കൊടുത്തു. എവിടെ ആവശ്യമുണ്ടോ അവിടെ ചാടി വീഴണം.
അപ്പം തന്നെ ഭക്തന് കൊടുക്കുന്ന കാരുണ്യം ഈ വിഷ്ണു ഭഗവാന് ഗുരുവായൂരപ്പന് മാത്രമേ ഉള്ളൂ. മറ്റതൊക്കെ അന്യം ദദതി, വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ചിലപ്പോൾ ആ വരം കൊണ്ട് അപകടമാവും ചെയ്യും. ശിവൻ വരം കൊടുത്തിട്ട് തലയിൽ കൈ വെച്ചതൊക്കെ മരിക്കണം എന്ന് പറഞ്ഞു. അവസാനം എന്തേണ്ടായി, താൻ തന്നെ മരിച്ചു. കണ്ടോ? അപ്പോൾ കൊടുത്ത വരം കൊണ്ട് തന്നെ അപകടമാവും ചില കേസിൽ. ചില ഇതിൽ അങ്ങനെ വന്നോളുന്നില്ല, എന്നാലും ആ ചോദിച്ചതേ കിട്ടൂ. അന്യം ദദതി, കാരുണ്യാത് അന്യം ദദതി, അതായത് പരേ മറ്റുള്ളവർ. ഭഗവാൻ ആത്മദസ്ത്വം വിശേഷാത്, തന്നെയാണ് കൊടുക്കണം. അവിടെ എപ്പോഴാണ് കൊടുക്കുക എന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചോദിച്ച ഉടനെ എന്നും ഭഗവാൻ കൊടുക്കില്ല ഒരു കാര്യം. ഒരാൾ ഭക്തൻ അനവധി കാലം കഴിഞ്ഞിട്ട് ഭഗവാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കും. അതൊരു രസമാണ് ഭഗവാന്റെ കാര്യത്തിൽ. അങ്ങേക്ക് എന്തെങ്കിലും വരം വേണോ? ധ്രുവനോട് ചോദിച്ചു, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അംബരീഷനൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കും, എന്താ വരം വേണ്ടതെന്ന്. അങ്ങനെ കുറേ കഥകൾ കേൾക്കാം നമുക്ക്, ഇല്ലേ? എനിക്കൊന്നും വേണ്ട, അങ്ങേ കണ്ടത് തന്നെ മഹാഭാഗ്യം എന്ന് പറയാറായാലേ എത്രേ ഭഗവാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലത്തെ ഒരു വസ്തുക്കളും വിഷ്ണു ഭക്തന്മാർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്താ അപ്പം അത് കിട്ടിയിട്ട് കാര്യം? ഭഗവാനോളപ്പോളം വരും ഉപ്പിലിട്ടത്. ഭഗവാനെ അങ്ങ് എൻ്റേതായി തീർന്ന പിന്നെ എനിക്ക് എന്താ വേണ്ടത്? ഈശ്വരൻ നമ്മുടേതായി തീരുകയാണ് വേണ്ടത്. ഈശ്വരൻ്റെ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇന്നുണ്ടായിട്ട് നാളെ ഇല്ലാണ്ടാവും. ഈശ്വരനെ വേണോ, ഈശ്വരൻ്റെ സൃഷ്ടമായിട്ടുള്ള വസ്തുക്കൾ വേണോ എന്ന് ചോദിച്ചാൽ ഭക്തൻ എന്താ പറയുക? ഈശ്വരനാണ് എന്നും ഉള്ളത്. ഭഗവാൻ ഇന്നും ഉണ്ട്, പക്ഷേ മറ്റതോ ഇന്നുണ്ടായിട്ട് നാളെ ഇല്ലാണ്ടാവണം. ഭഗവാനാ സൃഷ്ടിക്കപ്പെട്ട ഒരു യോഗക്ഷേമം നമ്മൾ ചോദിച്ചാൽ അത് ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവില്ല. അതുകൊണ്ട് ആത്മതത്വം ഏറ്റവും വലിയ ദാനമാണ്, തന്നെ കൊടുക്കുക. അവിടെ എത്തിയാലേ എന്താ വേണ്ടതെന്ന് ഭഗവാൻ ചോദിക്കുള്ളൂ. വരം വേണോ? അതിന് എത്രയോ ആളോട് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊന്നും വേണ്ട എന്ന് പറയും. മാർക്കണ്ഡേയനോട് ചോദിച്ചു, ഇല്ലേ എന്താ വേണ്ട? എനിക്കൊന്നും വേണ്ട, മായ ഒന്ന് കണ്ടാൽ തിരക്കടില്ല എന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ചിലതൊക്കെ ചോദിക്കുള്ളൂ ഒരു കൗതുകം കൊണ്ട്. അല്ലാണ്ട് ഒരു വസ്തുവും ഭഗവാനോട് ചോദിക്കില്ല. കുചേലരുടെ അടുത്ത് പോയി എന്തേ കൊടുത്ത്? ഒന്നും വേണ്ട പറഞ്ഞു. ഒക്കെ കൊടുത്തു ഭഗവാൻ എന്നല്ല, ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒന്നും തന്നെ വേണമെന്ന് തോന്നാത്തൊരവസ്ഥയായി കഴിഞ്ഞാൽ വിഷ്ണു ചോദിക്കും, എന്താ വേണ്ടതെന്ന് കാര്യമായിട്ട് ചോദിക്കും. ഇപ്പം ഭക്തൻ പറയും ഒന്നും വേണ്ട എന്ന്. ആത്മദസ്തം, എന്നാ എന്നെ പിടിച്ചോളൂ. ഒന്നും വേണ്ട വെച്ചാൽ ഞാൻ എന്നെ തരാനാണ് ഉദ്ദേശം. കാരണം മോക്ഷമാണതേ. ഒക്കെ വേണ്ടാന്നായാലല്ലേ മോക്ഷം കിട്ടുള്ളൂ. ഇതൊക്കെ ആസക്തി വെച്ചാൽ മോക്ഷം കിട്ടില്ല. എല്ലാറ്റിലും ഉള്ള ആസക്തി ഇല്ലാത്ത ഒരാളൊക്കെ മോക്ഷത്തിന് അർഹതയുള്ളൂ. അത് മോക്ഷം എന്താ വേണ്ടതെന്ന് തന്നെ എന്താണെന്ന് അറിയണ്ടേ? അതിൻ്റെ സുഖം അറിയണം വെച്ചാൽ അതന്നെ അറിയുമോ എല്ലാവർക്കും? എനിക്ക് കുറേ വസ്തുക്കളും സ്വർണവും രത്നവും തരാമെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയാനുള്ള തോന്നൽ നമുക്കുണ്ടാവണം. ഇപ്പുറത്ത് മോക്ഷമുണ്ട്, ഏതെങ്കിലും ഒന്നേ തരുള്ളൂ. അയ്യോ എനിക്കിന്ന് സ്വർണം മതി, അല്ലെങ്കിൽ വേറൊന്നും മതി, അധികാരം മതി, അല്ലെങ്കിൽ രാജ്യങ്ങൾ മതി. അതിനൊരു കഥ കഠോപനിഷത്താണ് ഏറ്റവും നല്ല ഉദാഹരണം. കഠോപനിഷത്തിന് അവിടെ പോയിട്ടുള്ള നചികേതസ്സിനെ ആദിത്യ മര്യാദയോടുകൂടി സ്വീകരിക്കാതെ ആ യമൻ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തിരുന്നു ആ കഥ. ഈശ്വരി ടീച്ചർ 3 ദിവസം ഈ കുട്ടിയെ യമൻ കണ്ടില്ല. അപ്പോൾ ആദിത്യ മര്യാദ ചെയ്യാത്ത പാപം യമനുണ്ടായി. 3-ാം ദിവസമാണ് കണ്ടത്. അപ്പം യമന് പേടിയായി, തനിക്ക് പാപം വരുമല്ലോ, താനും അതിന് എക്സെപ്ഷനൊന്നുമല്ല, ശിക്ഷ കൊടുക്കണ ആളാണ് വെച്ചിട്ട് തനിക്കുണ്ട് ശിക്ഷ. മുകളിൽ കൗണ്ടർ ശിക്ഷ കൊടുക്കാൻ ഭഗവാനുണ്ട്. ഈ 3 പാപം എന്നെ ബാധിക്കാതിരിക്കാൻ 3 വരം എന്നോട് ചോദിക്കണം കുട്ടി, എന്നാലേ എനിക്കിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നായി യമൻ. യമധർമ്മരാജാവിനോടൊപ്പം 3 വരം ചോദിച്ചു. അതിലത്തെ 1 വരം ഇപ്പം നമുക്ക് എടുക്കുക, ബാക്കി അവിടെ നിൽക്കട്ടെ. മോക്ഷം അല്ലെങ്കിൽ സുഖദുഃഖങ്ങളിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള മുക്തി കിട്ടുന്ന പ്രതിപാദ്യ വിഷയമാണത്. മരണത്തിൻ്റെ ശേഷം എന്ത് വേണം, അല്ലെങ്കിൽ എന്താണ് ഉണ്ടാകുന്നത്, മരണം ജനനം ഇല്ലാണ്ടേക്കാൻ എന്താ വഴി, ഇതേ കുട്ടിക്ക് അറിയണ്ടു. വേറൊന്നും കുട്ടിക്ക് അറിയണ്ട. അത് കൊടുക്കാൻ കുറച്ച് മടി കാണിച്ചു യമൻ. അത് നീ എന്നെപ്പോലെ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ഗന്ധർവന്മാർ, മഹർഷിമാർ, കേമന്മാരായിട്ടുള്ള ആളുകൾ, സിദ്ധന്മാർ, ഇല്ലേ, യക്ഷന്മാർ, അവർക്ക് പോലും അറിയാത്ത ആ രഹസ്യം ഒരു കുട്ടിക്ക് എങ്ങനെ ഞാൻ പറഞ്ഞു തരും? പരീക്ഷിച്ചതാണ് ഈ കുട്ടി അതിന് അർഹനാണോ? പറഞ്ഞു കൊടുക്കാൻ പഠിച്ചിട്ടല്ല, അതിന് അർഹതയില്ലവർക്കേ അത് കൊടുക്കാൻ പാടും മോക്ഷശാസ്ത്രം, അല്ലാത്തവർക്ക് ഒരിക്കലും കൊടുക്കരുത് എന്നുണ്ട്. പിന്നെ യമൻ ഒരുപാട് പ്രലോഭനങ്ങളാണ്.
കന്യകമാരെ തരാം, സ്വർണം തരാം, രത്നം തരാം, പല സ്ഥലങ്ങളിൽ അധികാരം നിനക്ക് തരാം, ആന തരാം, കുതിര തരാം, എന്തും തരാം. ഈ ചോദിച്ചതൊന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു, എനിക്കതൊന്നും ആവശ്യമില്ല നചികേതസ്. അങ്ങ് ഈ തരാം എന്ന് പറഞ്ഞ വസ്തുക്കൾക്കൊക്കെ ആജീവനാന്തം ഞാനുള്ളിടത്തോളം എൻ്റെ കൂടെ നിർത്താമെന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? അതില്ല, ഇതിനൊക്കെ അവധിയുണ്ട്. പിന്നെ എന്തിനാ അപ്പം ഇന്ന് തന്നിട്ട് നാളെ തിരിച്ചെടുക്കണ ഈ വസ്തുക്കൾ വേണോ 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 എന്ന് എന്നെ ചോദിച്ച് പ്രലോഭിപ്പിക്കുന്നത്? അത് അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ, അങ്ങയുടെ അധീനതയിൽ തന്നെ ഇരിക്കട്ടെ. ഒരിക്കലും മരിക്കാതെ ഇരിക്കാനും ജനിക്കാതിരിക്കാനുമുള്ള വിദ്യ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടപ്പോൾ യമനും അത്ഭുതമായി. അവൻ ആത്മജ്ഞാനത്തിന് അർഹനാണ് എന്നും പറഞ്ഞ് മരിക്കാതിരിക്കാനുള്ള ഒരൊറ്റ വഴിയുള്ളൂ, ജനിക്കാതിരിക്കുക. ഈ ജനനമല്ല കേട്ടോ, അത് ജനിച്ചു കഴിഞ്ഞു, അടുത്ത ജനനത്തെ ഒഴിവാക്കുക. മഹാശാസ്ത്ര ഉത്തരമാണത്. ഈ ഒറ്റ കാര്യം മനസ്സിലാക്കിയ ഒക്കെയായി. പിന്നെ ഇനി ജനിക്കാതിരിക്കലാണ് മരിക്കാതിരിക്കാനുള്ള മാർഗം. മരിക്കാതിരിക്കേണ്ട അവസ്ഥയിലെത്തിയാൽ മരണത്തിനെ പേടിക്കും വേണ്ട, മരണം ഉണ്ടെങ്കിലല്ലേ മരണത്തെ പേടിക്കണ്ടു. അപ്പോൾ എന്താ അവിടെ പറഞ്ഞത്? ഈ കാര്യങ്ങളെല്ലാം ഇതിനേക്കാളും പ്രധാനമാണ് മുക്തി, മോക്ഷം എന്ന അവസ്ഥ. അത് നൽകാനുള്ള വകുപ്പിൻ്റെ ചുമതല മുകുന്ദനാണ്. അതാണ് ഭഗവാൻ മുകുന്ദൻ എന്ന് പേരിട്ടത്. വേറൊരു ദേവനും മുകുന്ദൻ എന്ന പേരില്ല, ചേരില്ല, അത് പാടില്ല. ആരാണ് മുകുന്ദൻ? വിഷ്ണു ഭഗവാൻ തന്നെയാണ് മുകുന്ദൻ. നവാമുകുന്ദനായാലും ശരി, ഗുരുവായൂരത്തെ മുകുന്ദനായാലും ശരി, മുകുന്ദൻ എന്ന പര്യായം മറ്റതൊക്കെ പര്യായമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ശിവൻ, സർവ ശിവസ്ഥാണു. ശിവ എന്നുള്ളത് ഇങ്ങോട്ടും കൊടുക്കും, വിഷ്ണു എന്നുള്ളത് അങ്ങോട്ടും കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. പക്ഷേ ഈ മുകുന്ദൻ എന്ന പേര് ഒരു ദേവനും ചേർക്കില്ല. നോക്കിയിട്ടുണ്ടോ നമ്മൾ? ഇല്ല. കാരണം അതിനുള്ള അധികാരം വിഷ്ണുവിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഭഗവാനെ തന്നെ കൊടുത്ത് തന്നോട് ചേർക്കുന്ന മഹാകാരുണ്യം സർവേശ്വര അങ്ങേക്കുണ്ട്. ഇതാണ് മറ്റു ദേവന്മാരും അങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസമായുള്ളൂ. നീയോ ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോ ഈശ്വരസ്ത്വം. മറ്റ് ദേവന്മാർക്കൊക്കെ അവരുടെ കീഴിലുള്ള ഭക്തന്മാരുടെ നിയന്ത്രണമേ ഉള്ളൂ. അവരുടെ കീഴിലുള്ള ഭക്തന്മാരുടെ നിയന്ത്രണം. ഇപ്പം നമ്മളൊരു ഭഗവാനെ ഉപാസിച്ചാൽ ആ ഭഗവാന്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. പെട്ടെന്ന് ഇപ്പോൾ ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ തൻ്റെ ഭക്തന്മാരെ നിയന്ത്രിക്കുന്നു എല്ലാ ഭഗവാന്മാരും ദേവന്മാരും, ഇല്ലേ? പക്ഷെ ആ ദേവന്മാർക്ക് അവരുടെ കാര്യത്തിൻ്റെ നിയന്ത്രണം ഉണ്ടോ? ഇല്ല എന്നാണ്. ആ ദേവന്മാരെ നിയന്ത്രിക്കുന്നത് അവരവരെ നിയന്ത്രിക്കാനുള്ള ശക്തി അവർക്കില്ല. ഒരു ദേവനും അവരവരുടെ നിയന്ത്രണത്തിലല്ല, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ആത്യന്തികമായിട്ട് ത്രിലോകം നടത്തുന്നത് ആരാ? സർവേശ്വരനായിരിക്കുന്ന വിഷ്ണു ഭഗവാനാണ്. നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും എല്ലാ ദേവന്മാർക്കും. പക്ഷെ അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ടോ? ഇല്ല. അവരാരുടെ നിയന്ത്രണത്തിലാണ്? വിഷ്ണു ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഹനുമാൻ എടുക്കുക, രാമൻ പറഞ്ഞതിലപ്പുറം പോകാൻ പറ്റുമോ? പോയിട്ടുണ്ടോ ഹനുമാൻ? പോവില്ല. പോയ ഹനുമാനല്ല, തൻ്റെ ശക്തി മുഴുവൻ രാമനിൽ നിന്ന് കിട്ടിയതാണ്, അല്ലേ? പട്ടാ ചോദിച്ചാലും ഞാൻ രാമദൂതൻ എന്നേ പറയൂ, പറയലും കൂടി അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സർവ്വദേവതകളിലും നിയന്ത്രണം വിഷ്ണുവിനാണെന്നുണ്ട്. അതാണ് ദേവദേവൻ എന്ന് പറയണത്. പക്ഷേ ഭഗവാന്റെ കാര്യം ഒന്നെടുത്ത് നോക്കൂ. വിഷ്ണു ഭഗവാനെ ആരാ നിയന്ത്രിക്കണം? താൻ തന്നെ. വേറൊരാൾക്ക് വിഷ്ണുവിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയില്ല. ദേവീഭാഗവതത്തിൽ ദേവിയാണെന്നൊക്കെ പറയും. ദേവി ഭാഗവത പ്രകാരം ഓൺലി ആണ്. ഭാഗവതം ഒന്നെടുത്ത് നോക്കുക, അംഗീകരിക്കുന്നില്ല. ഭാഗവതത്തിൽ വിഷ്ണുവിനെ നിയന്ത്രിക്കാൻ ഈ ത്രിലോകത്തിലും ത്രിലോകം അല്ലാത്ത ലോകത്തിലും ഒരാളും ഇല്ല. കാരണം അവിടെ വിഷ്ണു തന്നെയാണ് സുപ്രീം, സംശയമൊന്നുമില്ല. അതുകൊണ്ട് വിഷ്ണുവിനെ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് വിഷ്ണുവിന്. ബാക്കിയുള്ള ദേവന്മാർക്കൊന്നും സ്വയമേവ നിയന്ത്രണ ശക്തിയില്ല. പക്ഷേ അവരുടെ കീഴിലുള്ള ഭക്തന്മാരെ നിയന്ത്രിക്കാം. അതാണ് ഐശ്വര്യാദ് ഈശതേന്യേ. അതെൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ശക്തി.
അവരുടെ കീഴിലുള്ള ഭക്തന്മാരെ നിയന്ത്രിക്കാനുള്ള ശക്തി എല്ലാ ദേവന്മാർക്കും ഉണ്ട്. ജഗതി പരജനെ, ജഗതി ലോകത്തിൽ, നമ്മുടെ ജഗതി അല്ല കേട്ടോ, ജഗതി എന്ന് പറഞ്ഞാൽ ജഗത്ത് എന്നുള്ളതിൻ്റെ ഈ എന്നാണ്, ഈ വിഭക്തി വരുമ്പോഴാണ് ജഗതി, ജഗതിയിൽ എന്ന് പറയുന്നത്. കൃഷ്ണേ ഭക്തി എന്നുള്ള വിഭക്തിയാണ് ജഗതി എന്ന് പറയുന്നത്. 6ാമത്തെ 7ാമത്തെ വിഭക്തിയായിട്ടാണ് വരിക. ജഗതി, ജഗത്തിൽ, ലോകത്തിൽ അവരവരെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഒരു ദേവനും ഇല്ല. പക്ഷേ ഭഗവാനോ ആത്മനോബീശ്വരസ്ത്വം, അങ്ങയുടെ തന്നെയും ഈശ്വരനാണ്. എല്ലാ ഭക്തന്മാരുടെ ഈശ്വരൻ, എല്ലാ ദേവന്മാരുടെ ഈശ്വരൻ, എല്ലാ ഈശ്വരന്മാരുടെ ഈശ്വരനും സ്വയവും ഈശ്വരനും ലോകത്തിലുള്ള എല്ലാറ്റിൻ്റെയും ഈശ്വരനും ആണ് വിഷ്ണു ഭഗവാൻ. ഇനി എന്താ വേണ്ടത്? സ്വാത്മനോബി, ആത്മനോ പ്ലസ് അഭി ഈശ്വര ത്വം, 3-4 വാക്കുണ്ട്. സ്വാത്മന ഒരു വാക്ക്, അഭി അവ്യയം, ഈശ്വര ഒരു വാക്ക്, ത്വം ഒരു വാക്ക്. ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ്, ഈശ്വര ഈശ്വരൻ, നിയന്ത്രിക്കുക. ഈശ്വരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിയന്ത്രിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആത്മന തൻ്റെ, അഭി അവിടെ അവ്യയം ചേർക്കാനുള്ള ഒരു കൺജങ്ഷൻ പോലെ. അഭിക്ക് പല അർത്ഥങ്ങളാണ്, ഓരോ സമയത്ത് ഓരോ അർത്ഥമാവും. ആത്മനോബി ഈശ്വരത്വ, അങ്ങയുടെ തന്നെ ഈശ്വരൻ ആകുന്നു വല്ലോ. ആ വല്ലോ ആവാം അവിടെ അഭി, ഇവിടെ അർത്ഥം വരിക. അപ്പോൾ സ്വാത്മന തൻ്റെ ആത്മാവിനെ തനിക്ക് സ്വയം ഈശ്വരനാണ് അവിടുന്നേ നിയന്ത്രിക്കാൻ, അവിടുത്തെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഇല്ല. അവിടുന്നോ എല്ലാറ്റിനെയും നിയന്ത്രിക്കണോ. അതുകൊണ്ട് സ്വാത്മനോ ഈശ്വരസ്ത്വം, എല്ലാ ദേവന്മാരും അവരവരുടെ കീഴിലുള്ള ഭക്തന്മാരെ വേണമെങ്കിൽ നിയന്ത്രിക്കാം, അവരുടെ ഈശ്വരനാണ്. പക്ഷെ അവരെ നിയന്ത്രിക്കാൻ ആരുണ്ട് ഇവിടെ? വിഷ്ണു ഉണ്ട്. വിഷ്ണുവിനെ ആവട്ടെ ആരും തന്നെ നിയന്ത്രിക്കുന്നില്ല, സ്വയം താൻ തന്നെ നിയന്ത്രിക്കുന്നു. അപ്പോൾ എല്ലാ ഭഗവാന്മാരും ഓരോന്ന് ചോദിച്ചത് ഭക്തന്മാർക്ക് കൊടുക്കും. ഭഗവാനാവട്ടെ തന്നെ തന്നെ കൊടുക്കണു. തന്നെ കൊടുത്താൽ പിന്നെ വേറൊന്നും കൊടുക്കേണ്ടത് ആവശ്യമില്ല. ഉണ്ടോ? 2 സ്ത്രീകൾക്ക് എന്തും കൊടുക്കാമെന്ന് രാജാവ് പറഞ്ഞു അത്ര. ഒരു രാജാവ് ഒരു സ്ത്രീ ആഭരണങ്ങളെ, വസ്ത്രങ്ങളെ, രത്നങ്ങളെ, കൊട്ടാരമൊക്കെ ചോദിച്ചൊക്കെ കൊടുത്തു ഭഗവാൻ. മറ്റേ സ്ത്രീ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചു. എനിക്ക് അങ്ങേ വിവാഹം കഴിച്ചാൽ മതി. അതെന്താ നീ അങ്ങനെ ചോദിക്കാൻ? അങ്ങയുടെ ആണല്ലോ ഈ ലോകം, അധികാരപരിധിയിലുള്ള ലോകം മുഴുവൻ, രാജ്യം മുഴുവൻ. അങ്ങ് എൻ്റേതായ അതൊക്കെ എൻ്റെ ആയില്ലേ, എന്തിനാ ഓരോന്ന് ചോദിക്കണം? നല്ലൊരു ഉദാഹരണമാണ്. ഈ ഒരു മനോഭാവം ഉണ്ടായാൽ മതി. ഭഗവാൻ നമ്മുടേതായാൽ ഭഗവാന്റെ ഒക്കെ നമ്മുടെ ആയി. ഭഗവാന്റെ എന്താ ഒക്കെയാണ് ഭഗവാൻ, 14 ലോകവും ഭഗവാന്റെ അല്ലേ. അപ്പോൾ സർവവും നമ്മുടെ നിയന്ത്രണത്തിലാവാനുള്ള ഷോർട്ട് കട്ട് ചോദ്യമാണ് ഭഗവാനെ സ്വന്താക്കുക. അതെങ്ങനെയാ? ഒന്നും വേണ്ട, ഒരു കല്യാണമാലയുടെ ചിലവും കൂടിയില്ല. അതാ സ്ത്രീയുടെ വിഷയത്തിലേ ഉള്ളൂ. ഭക്തി മതി, ഭഗവാന്റെ നാമം മാത്രം മതി ഭഗവാൻ നമ്മുടെ ആവാൻ. അപ്പോൾ ഈ ലോകം മുഴുവൻ നമ്മുടെ ആയി. ആലോചിച്ച് നോക്കൂ. എന്നിട്ടോ തന്നെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഭഗവാനും ഉണ്ട്. പക്ഷെ ഒരു ദേവനും തന്നെ തന്നെ അവരവരുടെ നിയന്ത്രണത്തിലല്ല. ഈ 3ാമത്തെ പറയുന്നു, ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതന സ്പീതഭാഗ്യാത്വഞ്ച ആത്മാരാമയേ വേതി അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. 3ാമത്തെ കാര്യം എന്താണ്? ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതന സ്പീതഭാഗ്യ. ഈ പറഞ്ഞ മറ്റ് ദേവന്മാരാവട്ടെ വേറെ കാര്യങ്ങളാവട്ടെ എല്ലാവരും ഓരോന്നിൽ രമിക്കുന്നവരാണ്. അവർക്കെന്താണ് ആഹ്ലാദം കിട്ടുന്നത് അതിൽ ആസ്വദിക്കുന്നവരാണ്. ഇഷ്ടഭക്തന്മാർക്ക് അവരുടെ ദേവതയിൽ ആനന്ദിക്കാം, ലോകങ്ങളിൽ ആനന്ദിക്കാം, ലോകകാര്യങ്ങളിൽ ആനന്ദിക്കാം, സംഗീതത്തിൽ ആനന്ദിക്കാം, നാടകത്തിൽ ആനന്ദിക്കാം, സാഹിത്യത്തിൽ ആനന്ദിക്കാം, അല്ലേ? അത് എന്തെങ്കിലും ഒന്നാലാണ് അവരൊക്കെ ആനന്ദിക്കുന്നത്. ദേവന്മാരടക്കം ആനന്ദിക്കുന്നവരാണ്. വേറൊന്ന് വേണം. ഭഗവാനോ ആത്മാരാമയേവ, തന്നിൽ തന്നെ ആനന്ദിക്കണു. വ്യത്യാസം മനസ്സിലായില്ലേ? ഒന്നും വേണ്ട ഭഗവാൻ ആനന്ദിക്കാൻ. അവിടെയാണ് ആത്മാരാമത്വം. അതാണ് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം ആവേണ്ടത് എന്നാണ്. നമ്മുടെ ഉള്ളിലുണ്ട് ആനന്ദം. സംഗീതം വേണ്ട, സാഹിത്യം വേണ്ട, നല്ല ഭക്ഷണം വേണ്ട, കണ്ണിനെ സുഖിപ്പിക്കേണ്ട, വേറെ ഉപാസന വേണോ ഭഗവാന്? അതും ആവശ്യമില്ല.
ഒന്നും ആവശ്യമില്ല. ഭഗവാന് തന്നിൽ തന്നെ ആനന്ദിക്കാൻ അറിയാം. എങ്ങനെ നേരം പോവും അങ്ങനത്തെ പ്രശ്നമില്ല. അതിനു വേണ്ടി ഒരു ടൂറ് പോകണ്ട, ഒരു യാത്ര വേണ്ട, കുറച്ച് നേരം ടി വി കാണണ്ട, ഒരു സംഗീതം കേട്ടിട്ട് നേരം കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊന്നും പ്രശ്നം ഭഗവാനില്ല. പിന്നെ എവിടുന്നാ ആനന്ദം കിട്ടുന്നത്? സമയം പോകുന്നത് തന്നിൽ തന്നെ രമിച്ചിട്ട്. അതൊരു വല്ല വിദ്യയാണ് കേട്ടോ, വല്ലാത്തൊരു വിദ്യയാണത്. ഇത്ര വേഗമൊന്നും നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു അവസ്ഥയാണത്. തൻ്റെ ഹോബി എന്താ? എന്നിൽ രമിക്കുക. ആരെങ്കിലും പറയലുണ്ടോ? എന്താ നിങ്ങളുടെ ഹോബിന്ന് ചോദിച്ചാൽ എന്നിൽ തന്നെ രമിക്കുക. ഒരാൾക്കും പറയാൻ പറ്റില്ല. നമുക്കൊന്നുമില്ല വെച്ചാൽ നാരായണീയവും ഭാഗവതെങ്കിലും വേണം, വേണ്ടേ? സത്യമല്ലേ? ഭഗവാൻ അതും വേണ്ട. ഭഗവാൻ നാരായണീയം വായിക്കാറുണ്ടോ? ഭാഗവതം വായിക്കാറുണ്ടോ? അപ്പോൾ നമുക്കൊന്നും വേണ്ട, ബാക്കിയൊക്കെ വേണ്ടാന്ന് വെച്ചു വെച്ചാലും ഇതില്ലാണ്ടിരിക്കാൻ പറ്റണില്ല. കുറച്ചെങ്കിലും വേണ്ടേ? അതും ഇല്ല വേണ്ട വെച്ചാലോ? ആ ഭഗവാന്റെ സ്ഥിതി, ഭഗവാൻ ഇരുന്ന് ഭാഗവതം വായിക്കാറില്ല, ആവശ്യമില്ല. കേൾക്കും ഭഗവാൻ, നമ്മളൊക്കെ വായിക്കണത് കേൾക്കും. പക്ഷേ അതുണ്ടായാലേ പറ്റൂന്നില്ല. വായിച്ചാലുള്ള ഗുണം നമുക്കാണ്, ഭഗവാനൊന്നുമല്ല. അത് കേട്ടിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണു. നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി കേൾക്കണമെന്നേ ഉള്ളൂ. ഭഗവാനിപ്പോൾ അത് വേണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ ഒന്നിലും ആനന്ദിക്കാണ്ട് ഭഗവാൻ തന്നിൽ ആനന്ദിക്കുന്നു. ത്വംച ആത്മാരാമ, അതിനാണ് ആത്മാരാമൻ എന്ന് പറയുക. ആത്മാവിൽ രമിക്കുന്നവൻ ഏവ ഇതി അതുല ഗുണഗണാധാര, എല്ലാ ഗുണങ്ങൾക്കും ആധാരമായ ശൗരേ. ശൂരസേനൻ്റെ വംശത്തിലുള്ളവർക്കാണ് ശൗരിയുടെ മകൻ ശൗരേ. നമസ്തേ, അങ്ങേക്കായിക്കൊണ്ട്. തേ നമ, തിരിച്ചിട്ടതാണ് നമസ്തേ. അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ചുരുക്കം 3 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഈ നമ്പർ വളരെ ആവശ്യം വരും നമുക്ക് മനസ്സിലാക്കാൻ, എളുപ്പം ഓർക്കാൻ. 1, മറ്റുള്ള ദേവന്മാർ ചോദിച്ചത് നൽകുന്നു. ഭഗവാൻ തന്നെ തന്നെ നൽകുന്നു. മീൻസ് എല്ലാം തന്നെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ്. ഓൾ, ചോദിക്കാത്തതും കൊടുക്കും എന്നല്ല പറഞ്ഞ പോലെ. തന്നെ കൊടുത്താൽ എല്ലാം കിട്ടി. ഈശ്വരനിൽ ഇല്ലാത്തത് വല്ലതും ഉണ്ടോ? രാജാവിൻ്റെയും ആ സ്ത്രീകളുടെയും കഥ പറഞ്ഞ പോലെ തന്നെ തന്നെ കൊടുക്കുക. എല്ലാറ്റും കൊടുക്കുന്ന ഉറവിടാണ്. ATM കാർഡ് അങ്ങോട്ട് കൊടുക്കുകയാണ്, എന്താ വെച്ചാൽ എടുത്തോളാൻ. എമൗണ്ട് എഴുതിയിട്ടാണ് മറ്റ് ദേവന്മാർ കൊടുക്കുക. എമൗണ്ട് എഴുതിയിട്ട് കൊടുക്കും, എന്താ വേണ്ട വെച്ചാൽ ചോദിച്ചാൽ കിട്ടുകയുള്ളൂ. അതല്ല, കംപ്ലീറ്റ് അക്കൗണ്ട് അങ്ങോട്ട് പവർ ഓഫ് അറ്റോണി കൊടുക്കുക, എന്താ വെച്ചാൽ എടുത്തോ. ആത്മനോപീശ്വരം 1, അങ്ങനത്തെ 1. രണ്ടാമതായിട്ടോ, എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള കഴിവ് ഭഗവാന് മാത്രമേ ഉള്ളൂ. ആത്മനോപീശ്വരസ്ഥം, സ്വയം നിയന്ത്രിക്കാൻ. ഒരു ദേവനും തൻ്റെ തന്നെ സ്വന്തം നിയന്ത്രണത്തിലല്ല. അവരെ നിയന്ത്രിക്കാൻ വിഷ്ണു ഉണ്ട് എന്നർത്ഥം. അപ്പം അവരൊക്കെ അവരവരുടെ സ്വന്തം നിയന്ത്രണത്തിലാണോ? അല്ല, ഭഗവാൻ തൻ്റെ തന്നെ നിയന്ത്രണത്തിലാണ്. വേറൊരാളെയും നിയന്ത്രണത്തിലല്ല ഭഗവാൻ. ആത്മനോപീശ്വരസ്ഥം, തൻ്റെ തന്നെ ഈശ്വരനാണ്. 2, മൂന്നാമതായിട്ട് ആത്മാരാമ ഏവേതി, എല്ലാവർക്കും ആസ്വദിക്കാൻ ഓരോന്ന് ഉണ്ട്. ദേവന്മാർക്കും ഒരേ, ദേവന്മാരല്ലാത്തവരും അതെ. എന്തിലെങ്കിലുമൊക്കെ ആനന്ദിക്കുകയാണ് അവർ ചെയ്യുന്നത്. ശിവന് പാർവതി വേണം. ഒരു നിമിഷം പാർവതി ഇല്ലാണ്ട് കഴിയുമോ ചോദിച്ചാൽ ശിവശക്തിയായുക്തോ യതിഭവതി ശക്തപ്രഭവിതോ, ഇളകാൻ കൂടി കഴിയില്ല. അപ്പം അത് ശരിക്കും വേറൊന്നിലല്ലേ ആനന്ദം. ബ്രഹ്മാവും സ്വതന്ത്രനല്ല. പക്ഷേ ലക്ഷ്മി ഇല്ലെങ്കിലും ഭഗവാൻ കഴിയുകയൊക്കെ ചെയ്യും. ഭഗവാനിപ്പോൾ ലക്ഷ്മി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ദേവീഭാഗവത്തിൽ തിരിച്ചൊക്കെ പറയും. ഇതൊക്കെ ദേവീഭാഗവത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്. ലക്ഷ്മി സദാ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു നിമിഷം ആ പാദത്തിൽ നിന്ന് നീങ്ങിയാൽ ഭൂമി ആ സ്ഥാനം കൈയടക്കിയെങ്കിലോ എന്ന ഭയമുണ്ട് ലക്ഷ്മിക്ക്. ലക്ഷ്മിക്ക് ഭഗവാൻ ഇല്ലാണ്ട് കഴിയില്ല. പക്ഷെ ഭഗവാന് ലക്ഷ്മിക്ക് വാണച്ച നിന്നാൽ മതി. കാരണം ഈ ഗോപസ്ത്രീകളുടെ കൂടെ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ആ ലക്ഷ്മിയെ കൂടി ഭഗവാൻ തള്ളാറുണ്ട് എന്നാണ്. ഉദ്ധവൻ്റെ 5 ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. ശ്രീ പോലും പറഞ്ഞ കാര്യത്തെ മാറ്റി വെച്ച് ഭഗവാൻ ഗോപികൾക്ക് വേണ്ടി മാറിപ്പോവാറുണ്ട്. ലക്ഷ്മി ഉണ്ടെങ്കിലേ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഗോപികളെ നിൽക്കൂട്ടോ, എൻ്റെ ലക്ഷ്മി പറഞ്ഞത് ചെയ്തിട്ടേ ഞാൻ നിങ്ങളുടെ അടുത്ത് വരൂ എന്ന് പറയും. ഇല്ലേ? അത് പറയാറില്ല എന്നാണ് പറയണം. ലക്ഷ്മി അവിടെ നിൽക്കൂ, ഞാനേ ആ ഗോപികളുടെ അടുത്തൊന്ന് പോയിട്ട് വരാം.
എന്ന് പറഞ്ഞ് ആ ലക്ഷ്മിക്ക് പോലും അത്ര ലക്ഷ്മി ഉണ്ടെങ്കിലേ കഴിയൂ എന്നൊന്നും ഭഗവാനില്ല. ലക്ഷ്മിക്ക് വേണച്ചാൽ ഭഗവാന്റെ കൂടെ വേണച്ചാൽ നിൽക്കാം, ഇത്രയേ ഉള്ളൂ. അതാണ് ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് എന്ന് പറയാൻ കാരണം. ആത്മാരാമനായിട്ട് തന്നിൽ തന്നെ രമിക്കുക വലിയൊരു സിദ്ധിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു അവിടത്തേക്ക് നമ്മളെത്തിയാൽ നേരം പോവാത്ത പ്രശ്നമില്ല, കറണ്ട് വന്നാൽ പ്രശ്നമില്ല, കറണ്ട് പോയാൽ പ്രശ്നമില്ല, ഭക്ഷണം ഉണ്ടെങ്കിൽ പ്രശ്നം സുഖമില്ല, ഭക്ഷണം ഇല്ലെങ്കിൽ ദുഃഖമില്ല, ഇല്ലേ? എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും തൻ്റെ ആനന്ദത്തിന് ഒരു മാറ്റമോ കുറവോ അണുമാത്രം ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ആത്മാരാമ. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പിന്നെ ഒന്നും ആവശ്യമില്ല എന്നാണ്. ഭഗവാൻ മാത്രമേ ഉള്ളൂ ശരിക്ക്. തുഞ്ച ആത്മാരാമയേവേതി അതുല ഗുണഗണാധാര. പ്രകാരം തുല്യത ഇല്ലാത്ത ഗുണങ്ങളോടുകൂടിയ ശൗരിക്കായിക്കൊണ്ട് നമസ്കാരം. നമുക്ക് ചൊല്ലി നോക്കാം. കാരുണ്യാത് കാമം അന്യന്തദതി ഖലു പരേ സ്വാത്മദത്വം വിശേഷാത് ഐശ്വര്യാദീശതന്യേ ജഗതി പരജനേ സ്വാത്മനോഭീശ്വരത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാ പീതഭാഗ്യാ ത്വഞ്ച ആത്മാരാമയേവേതി അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. പ്രതിപദ മധുരേ ത്വയി എന്ന് പറഞ്ഞാൽ ഓരോരോ പദത്തിലും ഓരോരോ സ്റ്റെപ്പിലും ആനന്ദം ചൊരിയുന്ന ഭഗവാനിൽ ഭഗവാൻ സ്വയം ആനന്ദം കണ്ടെത്തുന്നു. വേറുള്ളവർക്ക് ഓരോരോ രീതിയിൽ ആനന്ദം അനുഭവിക്കാൻ ഭഗവാൻ വേണം. ഭഗവാൻ ആനന്ദം അനുഭവിക്കാനോ വേറെ ആരുടെ ആവശ്യം ഇല്ല. പ്രതിപദ മധുരേ ഓരോരോ പദത്തിലും ആനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാൻ. എവിടെയും ആനന്ദമില്ലാത്തൊരവസ്ഥ ഭഗവാനില്ല. അപ്പം ആ ഭഗവാനിൽ എല്ലാവരും രമിക്കുന്നു. പക്ഷേ ഭഗവാൻ ആരിലും തിരിച്ചങ്ങോട്ട് രമിക്കുന്നില്ല. അതാണ് ഇവിടെ പ്രതിപദ മധുരേ എന്ന് പറഞ്ഞത്. പീതഭാഗ്യ എന്ന് പറഞ്ഞാലോ ഭാഗ്യം സിദ്ധിച്ചവർ. ഭാഗ്യം സിദ്ധിച്ചവർ ചേതന അങ്ങയെ വിഷയമാക്കിക്കൊണ്ട് ആനന്ദിക്കുന്നു. ഭാഗ്യം ചെയ്തവരെല്ലാം ഭഗവാനിൽ ആനന്ദിക്കുന്നു. എങ്ങനത്തെ അങ്ങയിൽ ഓരോ പദവും മധുരമായിട്ടുള്ള ഭഗവാനിൽ കേൾക്കുമ്പോൾ സുഖം, കാണുമ്പോൾ സുഖം, അനുഭവിക്കുമ്പോൾ എല്ലാം സുഖമായി ഭവിക്കുന്ന പ്രതിപദ മധുരേ. പ്രതിപദ മധുരമായിരിക്കുന്ന അങ്ങയിൽ, അങ്ങനത്തെ അങ്ങയിൽ എല്ലാവരും രമിക്കുന്നു. അങ്ങോ ആരിലും ഇങ്ങോട്ട് രമിക്കുന്നില്ല. വർദ്ധിച്ച ഭാഗ്യം സിദ്ധിച്ചവർ ഭഗവാനിൽ രമിക്കുന്നു. അതിനും വേണം ഭാഗ്യം. ഭഗവാനാവട്ടെ ആരിലുമല്ല രമിക്കുന്നത്. കാരുണ്യാത് കാമമന്യന്തദതി ഖലു പരേത്താത്മദത്തം വിശേഷാത് ഐശ്വര്യാദീശതന്യേ ജഗതി പരജനേ സ്വാത്മനോഭീശ്വരത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാ ത്വഞ്ച ആത്മാരാമയേവേതി അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.